الحمد لله رب العالمين حمدا كثيرا طيبا لله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകസൃഷ്ടാവായ പടച്ചറബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഗൗരവത്തോടുകൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചറബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും റഹ്മാനായ റബ്ബ് എല്ലാവിധ തൗഫീക്കും റഹ്മത്തും നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് തോളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കരങ്ങൾ വെച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ ഇബ്നു ഉമർ, നീ ഈ ദുനിയാവിലൊരു വിദേശിയെ പോലെയാണ്. അതല്ലെങ്കിൽ നീ ഈ ദുനിയാവിലൊരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഒരു മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിന്റെ ഈ ദുനിയാവിലെ ജീവിതം ഒരു വഴിയാത്രക്കാരന്റെ ജീവിതമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെല്ലാം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്.
ഒരു വാഹനം ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ വാഹനത്തിൽ ഒരുപാട് ആളുകൾ കയറും. ആ വാഹനത്തിനൊരു അന്തിമമായൊരു സ്റ്റോപ്പ് വരാനുണ്ട്. ആ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ആ വാഹനത്തിൽ കയറിയ ആളുകൾ മുഴുവൻ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സ്റ്റോപ്പുകൾ ഉണ്ടാകും. ആ സ്റ്റോപ്പുകൾ എത്തിക്കഴിഞ്ഞാൽ ആ വാഹനത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇറങ്ങിപ്പോകും. ഒരുപാട് ആളുകൾ ആ വാഹനത്തിലേക്ക് കയറി വരും. ഈ ഒരു വഴിയാത്രക്കാരന്റെ ജീവിതമാണ് മനുഷ്യന്റെ ജീവിതമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നവരാണ് നമ്മളെങ്കിൽ, പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട് ഈ ഒരു ഉപമയെക്കുറിച്ച്. ഈ ദുനിയാവെന്ന വാഹനത്തിലേക്ക് ഒരു ദിനം നമ്മളെല്ലാം കടന്നു വന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സ്റ്റോപ്പുകൾ ഉണ്ടായപ്പോൾ വാഹനത്തിൽ നിന്ന് കുറെ ആളുകൾ ഇറങ്ങിപ്പോകുന്നു, കുറെ ആളുകൾ ആ വാഹനത്തിലേക്ക് കയറി വരുന്നത് പോലെ ഈ ദുനിയാവെന്ന വാഹനത്തിൽ നിന്ന് ഉമ്മയായി, വാപ്പയായി, സഹോദരങ്ങളായി, മക്കളായി, കുടുംബക്കാരായി ഒരുപാട് ആളുകൾ ഈ ദുനിയാവെന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പിഞ്ചോമന മക്കളായിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഭൂമി ലോകത്തേക്ക് കയറി വരികയാണ്, ഈ വാഹനത്തിലേക്ക് കയറി വരികയാണ്. അന്തിമമായൊരു സ്റ്റോപ്പ്, അന്തിമമായൊരു സമയം ഈ ദുനിയാവെന്ന ഈ വാഹനത്തിന് കടന്നു വരാനുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. മനുഷ്യ, നിന്റെ റബ്ബിന്റെ തിരുമുഖമല്ലാത്ത ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമായി പോകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, ഇത് കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അല്ലയോ സഹോദരാ, ഒരു രാത്രി നിനക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നീ ഒരു പ്രഭാതത്തെ പ്രതീക്ഷിച്ചു പോകരുത്. ഒരു പ്രഭാതത്തിൽ നീ വന്നെത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നീ ഒരു രാത്രിയെ പ്രതീക്ഷിച്ചു പോകരുത്. ആരോഗ്യഘട്ടങ്ങളിൽ അനാരോഗ്യഘട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യ നീ അധ്വാനിക്കുക. ഇപ്പോൾ നമ്മളെല്ലാം ആരോഗ്യമുള്ളവരാണ്. കുറച്ചു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഒരു സമയം കടന്നു വരാനുണ്ട്. നമ്മുടെ തലമുടികളെല്ലാം നരച്ചു പോകുന്നൊരു സമയം, നമ്മുടെ കൈകാലുകൾക്കെല്ലാം തളർച്ച സംഭവിക്കുന്നൊരു സമയം, നമ്മുടെ ശരീരത്തിലെ തൊലികളെല്ലാം ചുക്കിച്ചുളിഞ്ഞു പോകുന്നൊരു സമയം നമുക്ക് വരാനുണ്ട്. നമ്മുടെ ഓർമ്മശക്തികളൊക്കെ കുറഞ്ഞു പോകുന്നൊരു സമയം നമുക്ക് വരാനുണ്ട്. ചിന്തിക്കാനും ബുദ്ധി കൊണ്ട് ആലോചിക്കാനൊക്കെ ഒരൽപ്പം പ്രയാസപ്പെടുന്ന സമയങ്ങൾ, ഓരോ കാര്യങ്ങളും ഓർമ്മിച്ചെടുക്കാനുള്ള സമയങ്ങൾ, അതിന് കഴിയാത്തൊരു അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും സംജാതമാകാൻ കടന്നു വരാനുണ്ട്. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നു, സഹോദരാ, ആരോഗ്യഘട്ടങ്ങളിൽ നീ അനാരോഗ്യഘട്ടങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക. നിന്റെ ജീവിതഘട്ടത്തിൽ നീ നിന്റെ മരണഘട്ടത്തിന് വേണ്ടി അധ്വാനിക്കുക. ഇത് നിന്റെ ശാശ്വതമായ ജീവിതമല്ല, ഇത് നശ്വരമായൊരു ജീവിതമാണ്. നിനക്കൊരു മരണം കടന്നു വരാനുണ്ട്. ആ മരണത്തിന് ശേഷം നിന്റെ യഥാർത്ഥമായ ശാശ്വതമായൊരു പരലോക ജീവിതം കടന്നു വരാനുണ്ട്. അതുകൊണ്ട് ആ മരണത്തിന് മുമ്പ് ഈ ജീവിതഘട്ടത്തിൽ നീ അധ്വാനിക്കുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, മാന്യ സഹോദരങ്ങളെ, മുസ്ലിമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നാളെ പരലോകത്ത് രക്ഷ ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ട രണ്ട് ഉപദേശങ്ങളാണ് ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാണ്, നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്.
ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചു തന്നു, നിന്റെ ജീവിതഘട്ടത്തിൽ നീ മരണഘട്ടത്തിന് വേണ്ടി അധ്വാനിക്കുക എന്ന താക്കീത് ഈ രണ്ടാളുകളും നമുക്ക് വിലപ്പെട്ട ഉപദേശങ്ങളായി നൽകുമ്പോൾ, മാന്യ സഹോദരങ്ങളെ, ജീവിതം ഒരു കളിയല്ല, ജീവിതം ഒരു തമാശയല്ല. പലപ്പോഴും ജീവിതത്തിന്റെ അർത്ഥം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തിനു വേണ്ടിയാണ് എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി റഹ്മാനായ റബ്ബ് ഈ ദുനിയാവിലേക്ക് നമ്മളെ അയച്ചത് എന്ന് ചോദിച്ചാൽ, ആ ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാത്ത ആളുകളായി, അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കുന്നവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ദുനിയാവിലെ ജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ എന്താ നമ്മളെ പഠിപ്പിച്ചു തന്നത്? മാന്യ സഹോദരങ്ങളെ, വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ. ആകാശമാകട്ടെ ഭൂമിയാകട്ടെ, ആകാശഭൂമികൾക്കിടയിൽ എന്തെല്ലാം മനുഷ്യ നിനക്ക് വേണ്ടി റബ്ബ് സംവിധാനിച്ച് വെച്ച് തന്നിട്ടുണ്ടോ, അതൊന്നും കളിയായി സൃഷ്ടിച്ചതല്ല. ഒന്നിനെയും ഈ ഭൂമിലോകത്ത് തമാശക്ക് വേണ്ടി കളിയായി പടച്ച റബ്ബ് ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാതിലാ ദാലിക ളന്നുൽ ലദീന കഫറൂ. ഈ കാണുന്ന ആകാശവും ഈ കാണുന്ന ഭൂമിയും ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് വെറും തമാശയായിട്ടാണ് എന്ന് വിചാരിക്കുന്നവർ, ഇതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യവുമില്ല എന്ന് വിചാരിക്കുന്നവർ, ഇതിന്റെ പിന്നിൽ ഒരു അർത്ഥവുമില്ല എന്ന് വിചാരിക്കുന്നവർ, ദാലിക ളന്നുൽ ലദീന കഫറൂ. അത് ചില സത്യനിഷേധികളുടെ, കാഫിരീങ്ങളായ ആളുകളുടെ ജൽപ്പനങ്ങൾ മാത്രമാകുന്നു, ഊഹങ്ങൾ മാത്രമാണ് എന്ന് റഹ്മാനായ റബ്ബ് ഖുർആനിലൂടെ ജീവിതത്തിന്റെ അർത്ഥം നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ, മാന്യ സഹോദര, ആ ജീവിതത്തെ, ആ ലക്ഷ്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നും രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വീടിന്റെ പുറത്തേക്ക് പോകും. നേരെ വീടിന്റെ പുറത്തേക്ക് പോകും. ആകാശത്തേക്ക് നോക്കി റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ഓതിപ്പോകുന്ന ഒരു വചനമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. മനുഷ്യരുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരെ കുറിച്ച്, വിവേകമുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ആകാശത്തിലേക്ക് നോക്കി ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്ന ആളുകൾ, ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭൂമി ലോകത്തിലെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്ന ആളുകൾ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, മാറി മാറി കടന്നു വരുന്ന രാപ്പകലുകളെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, അവർക്കാണ് ദൃഷ്ടാന്തമുള്ളത്, അവർക്കാണ് ബുദ്ധിയുള്ളവർ, അവരാണ് ചിന്തിക്കുന്ന ആളുകളെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ മാന്യ സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിച്ചിരുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലൂടെ അവർ റബ്ബിനെ കണ്ടെത്തുകയാണ്, അതിലൂടെ അവർ റബ്ബിനെ ഓർക്കുകയാണ്. എങ്ങനെയെല്ലാം തന്റെ ജീവിതത്തിൽ തന്റെ റബ്ബിനെ ഓർക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം അവർ റബ്ബിനെ ഓർക്കും. الذين يذكرون الله قياما وقعودا وعلى جنوبهم. നിന്നുകൊണ്ടാണോ അവർക്ക് റബ്ബിനെ ഓർക്കാൻ കഴിയുന്നത്? നിന്നുകൊണ്ട് അവർ റബ്ബിനെ ഓർക്കും. അതല്ല ഇരുന്നു കൊണ്ടാണോ റബ്ബിനെ ഓർക്കാൻ അവർക്ക് കഴിയുക? അവർ ഇരുന്നു കൊണ്ട് റബ്ബിനെ ഓർക്കും. അതല്ല കിടന്നുകൊണ്ടാണോ തന്റെ നാഥനെ ഓർക്കുവാൻ അവർക്ക് കഴിയുക?
അവർ കിടന്നുകൊണ്ട് റബ്ബിനെ ഓർക്കും. തൻ്റെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും തൻ്റെ നാഥനെ ഓർത്തുകൊണ്ട് ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കുമെന്ന് അത്തരം ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അവർ റബ്ബിനെ കണ്ടെത്തി, പരലോകം തിരിച്ചറിഞ്ഞു. അതിലൂടെ സ്വർഗ നരകങ്ങളെ റബ്ബിന്റെ സൃഷ്ടിപ്പിലൂടെ സ്വർഗ നരകങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവർ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ. റബ്ബേ, ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒന്നിനെയും ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു അർത്ഥവുമില്ലാതെ നീ സൃഷ്ടിച്ചിട്ടില്ല നാഥാ. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാ. ഫഖിനാ അദാബന്നാർ, ഞങ്ങളുടെ ശരീരത്തെ നീ കത്തിയാളുന്ന നരകത്തിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും അത്തരം ആളുകൾ. റബ്ബിന്റെ സൃഷ്ടിപ്പിലൂടെ അവർ പരലോകത്തെ തിരിച്ചറിയുകയാണ്. ഈ കാണുന്ന ആകാശമൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനുണ്ടോ മരണാനന്തരം എന്നെ ജീവിപ്പിക്കാൻ പ്രയാസം? ഒരു പ്രയാസവുമില്ല. ഈ കാണുന്ന സംവിധാനങ്ങൾ മുഴുവൻ അടക്കി ഭരിക്കുന്ന റബ്ബിനുണ്ടോ ഒരു സ്വർഗവും ഒരു നരകവും കൊണ്ടുവരാൻ പ്രയാസം? ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് റബ്ബേ ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നീ ആ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ മാന്യ സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല സഹോദരങ്ങളെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം അവസാനിക്കുമായിരുന്നു എങ്കിലുള്ള മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ഭൂമി ലോകത്തുള്ള ഓരോ മനുഷ്യനും മരിക്കാൻ വേണ്ടി കൊതിക്കുന്നവരായിരിക്കും. അതാണല്ലോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചു തന്നത്. വലൗ കുന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യ് വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ശൈഇ. വലൗ കുന്നാ ഇദാ മിത്നാ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകും. അവന്റെ കുടുംബക്കാരും അവന്റെ വാപ്പയും അവന്റെ മക്കളും അവന്റെ അയൽവാസികളും 6 അടി കട്ടിലിൽ പിടിച്ചുകൊണ്ട് അവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അവന് വേണ്ടി തയ്യാറാക്കി വെച്ച 6 അടി മണ്ണിലേക്ക് അവന്റെ ശരീരത്തെ ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും തിരിച്ചു പോരും. അതോടുകൂടി ആ 6 അടി മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം തുരിക്കിനാ ഉപേക്ഷിക്കപ്പെടുമായിരുന്നു എങ്കിൽ, അതോടുകൂടി മനുഷ്യന്റെ ജീവിതം അവസാനിക്കുമായിരുന്നു എങ്കിൽ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യ്, ലോകത്തുള്ള സകല മനുഷ്യരും മരിക്കുവാൻ വേണ്ടി കൊതിക്കുമായിരുന്നു. ലോകത്തുള്ള സകല മനുഷ്യരും മരിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുമായിരുന്നു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം എന്താ മാന്യ സഹോദരങ്ങളെ? ജീവിതത്തിൽ 100 കണക്കിന് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമായി ജീവിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. എത്ര വലിയ പ്രൗഢിയും പത്രാസുമായി കോടീശ്വരനായി നമുക്ക് മുമ്പിൽ ജീവിക്കുന്നവനാണ് എങ്കിൽ പോലും അവന്റെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അവന്റെ ജീവിതത്തിലും കാണാം പ്രയാസങ്ങൾ, അവന്റെ ജീവിതത്തിലും കാണാം കഷ്ടപ്പാടുകൾ, അവന്റെ മനസ്സിലും സമാധാനമില്ലാത്ത അവസ്ഥകൾ കടന്നു വരും. അതുകൊണ്ട് ഈ പ്രയാസങ്ങളിൽ നിന്ന് ഒരു സമാധാനം കിട്ടുമല്ലോ, എന്റെ കടങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുമല്ലോ, ആളുകൾക്കിടയിൽ നിന്ന് കുറച്ചൊക്കെ സമാധാനത്തോടുകൂടി ഒരു ജീവിതം നയിക്കാമല്ലോ എന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു രക്ഷ കിട്ടുമല്ലോ എന്ന ആഗ്രഹത്തോടുകൂടി അവൻ മരിക്കുവാൻ വേണ്ടി തയ്യാറാകും, അവൻ മരിക്കുവാൻ വേണ്ടി കൊതിക്കും. പക്ഷേ എന്തുകൊണ്ട് ആരും മരിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല? വലാകിന്ന ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ശൈഇ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ബുഇസ്നാ, വീണ്ടും പടച്ച റബ്ബ് അവന് ജീവൻ നൽകുന്നു, വീണ്ടും റബ്ബ് അവനെ ജീവിപ്പിക്കുന്നു എന്ന് മാത്രമല്ല വനുസ്അലു ബഅദഹു അൻ കുല്ലി ശൈഇ, അവൻ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ ഓരോ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി റബ്ബിന്റെ കോടതിയിൽ അല്ലാഹു വിചാരണ ചെയ്യും.
അള്ളാഹു ചോദ്യം ചെയ്യും. അങ്ങനെയുള്ളൊരു ലോകം വരാനുള്ളത് കൊണ്ട് ആരും മരിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല എന്ന് സ്വഹാബത്ത് നമ്മളെ പഠിപ്പിച്ചിരുമ്പോൾ, മാന്യ സഹോദര, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണെന്ന ബോധത്തോടുകൂടി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് വിളിച്ചു കഴിഞ്ഞാൽ പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ ആ പരലോകത്ത് രക്ഷപ്പെടാൻ എന്ത് നേടി നമ്മുടെ ജീവിതത്തിൽ? അള്ളാഹുവിന്റെ കോടതിയിൽ ശാശ്വതമായ പരലോകത്ത് സ്വർഗം നേടാനുള്ള എന്ത് പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കുറെ കാലങ്ങളായല്ലോ നമ്മളൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. 10, 50, 60 വർഷത്തോളം കാലമായി ഞാനും നിങ്ങളുമൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് എങ്കിൽ, മാന്യ സഹോദരങ്ങളെ, ഇത്രയും കാലം അള്ളാഹ് നൽകിയ സംവിധാനങ്ങളും അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് വിളിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് നമ്മൾ കടന്നു വരുമ്പോൾ ആ പരലോകത്തേക്ക് വേണ്ടി എന്ത് നേടി? നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടി? മാന്യ സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കാറുണ്ടോ നമ്മളൊക്കെ? സ്വഹാബത്തിന്റെ ജീവിതം നമ്മൾ പഠിക്കണം, സ്വഹാബത്തിന്റെ ജീവിതം നമ്മൾ അറിയണം. മാന്യ സഹോദരങ്ങളെ, പട്ടിണി കിടന്നുകൊണ്ട് പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്ന സ്വഹാബത്തിനെയാണ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് മുൻഗാമികളായി സൃഷ്ടിച്ചു തന്നത്, വളർത്തിക്കൊണ്ട് പോന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നു, ഇന്ന അസ്ഹാബി അമനത്തുൽ ഉമ്മത്തി. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തീങ്ങൾക്ക് മാതൃകയുള്ള ആളുകളാണ്. സ്വഹാബത്തിനെ കണ്ടുകൊണ്ടാണ് ഇനിയുള്ള എന്റെ സമൂഹങ്ങൾ ജീവിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവരുടെ അധ്വാനങ്ങൾ എങ്ങനെയായിരുന്നു നമ്മൾ അറിയേണ്ടതുണ്ട്. മാന്യ സഹോദരങ്ങളെ, ഖന്തക്കിലേക്ക് കിടങ്ങുകുഴിക്കാൻ പോയ ചരിത്രം ഒരുപാട് കേട്ടവരും പഠിച്ചവരുമാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ എല്ലാ പ്രയാസപ്പെട്ട പണികൾക്ക് വേണ്ടിയും സ്വഹാബത്ത് പോകുമ്പോ, പ്രവാചകൻ പോകുമ്പോ അവർ അടിമകളെയും കൂട്ടിയിട്ടാണ് പോകാറുള്ളത്. പക്ഷേ ഖന്തക്കിലേക്ക് കിടങ്ങുകുഴിക്കാൻ പോയപ്പോ ഒരാളെയും കൂടെ കൂട്ടിയിട്ടില്ല, ഒരു അടിമയെയും കൂടെ കൂട്ടിയിട്ടില്ല. പണിയായുധങ്ങളുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തിൽ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അവർ ഖന്തക്കിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ഒരു കിടങ്ങ് കുടിക്കുന്ന പ്രയാസം ശത്രുക്കൾ ചാടിയാലെത്താനും പാടില്ല, അവർ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ കയറി വരാനും പാടില്ല. അതേ ഒരു രൂപത്തിൽ കിടങ്ങ് കുടിക്കുന്ന പ്രയാസം നമുക്കറിയാം. ഒരൽപ്പം ഭക്ഷണം അവരുടെ കയ്യിലുണ്ട്, ഒരൽപ്പം പാനീയം അവരുടെ കയ്യിലുണ്ട്. പ്രഭാതത്തിലേ അവർ പണികൾ ആരംഭിച്ചു. കുറെ കഴിഞ്ഞു, ചൂട് താങ്ങാൻ കഴിയുന്നില്ല, വിശപ്പ് താങ്ങാൻ കഴിയുന്നില്ല. വെള്ള ഭക്ഷണം കൊണ്ട് അവർ വിശപ്പടക്കി, വെള്ളം കൊണ്ട് അവർ ദാഹമകറ്റി. പണി വീണ്ടും തുടരുകയാണ്, പണികൾ വീണ്ടും തുടരുകയാണ്. കുറെ സമയം കഴിഞ്ഞു, പട്ടിണിയായി, വിശപ്പായി, ദാഹമായി, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. മാന്യ സഹോദരങ്ങളെ, അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും പണികൾ ആരംഭിക്കുകയാണവർ. ഒരു വലിയ വലിയ പാറക്കല്ലുകൾ, വിശപ്പിനൊരു സമാധാനം കിട്ടുമല്ലോ എന്ന ആഗ്രഹത്തോടുകൂടി അത് മനസ്സിലാക്കിക്കൊണ്ട് വലിയ വലിയ പാറക്കല്ലുകൾ വയറ്റത്ത് കെട്ടി വെച്ചുകൊണ്ട് അവർ പണികൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഒരു സഹാബിയുടെ വയറിൽ നോക്കിയാൽ ഒരു കല്ലാണ് എങ്കിൽ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ 2 കല്ലുകൾ വെച്ച് കെട്ടിക്കൊണ്ട് പണിയെടുക്കുന്ന ആളുകൾ, തൊട്ടപ്പുറത്തേക്ക് നോക്കുമ്പോൾ 3 കല്ലുകൾ വെച്ച് കെട്ടിക്കൊണ്ട് പണിയെടുക്കുന്ന ആളുകൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പട്ടിണി അനുഭവിച്ചുകൊണ്ട്, ദാഹം അനുഭവിച്ചുകൊണ്ട്, പാറക്കല്ലുകൾ വയറ്റത്ത് കെട്ടിവെച്ചുകൊണ്ട് പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്ന സഹാബത്തിനെ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, ഈ ദുനിയാവിലെ ജീവിതം അത് നശ്വരമായ ജീവിതമാണല്ലോ, ശാശ്വതമായ ജീവിതം അത് നിന്റെ പരലോക ജീവിതമാണല്ലോ. ആ പരലോകത്തേക്ക് വേണ്ടിയാ എന്റെ സഹാബത്ത് പണിയെടുക്കുന്നത്, ആ പരലോകത്ത് വേണ്ടിയാ പട്ടിണി കിടന്നുകൊണ്ട് അവർ അധ്വാനിക്കുന്നത്. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. എന്റെ അൻസാറുകളായ, എന്റെ മുഹാജിറുകളായ ഈ സ്വഹാബത്തിന്
അവരുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. കരഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പരലോകത്തേക്ക് വേണ്ടി പട്ടിണി കിടന്നുകൊണ്ട് അധ്വാനിക്കുന്ന സഹാബത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുമ്പോ ഞങ്ങളുടെ ഈ പ്രയാസത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് വേദനയുണ്ടായിട്ടുണ്ട് എന്ന് സഹാബത്തിന് മനസ്സിലായി. ഞങ്ങളിങ്ങനെ പട്ടിണി കിടന്ന് ഈ പ്രയാസപ്പെടുന്ന കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് വേദനയുണ്ടായിട്ടുണ്ട് എന്ന് സഹാബത്ത് മനസ്സിലാക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് അവർ ചോദിച്ചു, എന്തിനാണ് റസൂലേ താങ്കൾ കരയുന്നത്? എന്തിനാണ് റസൂലേ താങ്കൾ പ്രയാസപ്പെടുന്നത്? ഞങ്ങൾ ആരാണ് എന്ന് അങ്ങേക്കറിയില്ലേ റസൂലേ? നഹനുല്ലദീന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. എന്തിനാണ് റസൂലേ താങ്കൾ പ്രയാസപ്പെടുന്നത്? ഞങ്ങൾ ആരാണ് എന്ന് അങ്ങേക്കറിയില്ലേ? അങ്ങയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ബയ്യാത്ത് ചെയ്തുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഞങ്ങൾക്കറിയാം ആ ശത്രു സൈന്യത്തിന്റെ വാൾമുനയുടെ മുമ്പിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഞങ്ങളുടെ ഉമ്മയെയും ഞങ്ങളുടെ വാപ്പയെയും ഞങ്ങളേറെ സ്നേഹിക്കുന്ന മക്കളെയും ഇനി കാണാൻ കഴിയില്ലല്ലോ എന്ന മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഞങ്ങൾ കൊണ്ടോ റസൂലേ ഒരൽപ്പം വിശപ്പ് സഹിക്കാൻ പ്രയാസം, ഒരൽപ്പം ദാഹം സഹിക്കാൻ പ്രയാസം, ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ വേദനിക്കേണ്ടതില്ല, താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിച്ചുകൊണ്ട് സ്വഹാബത്ത് റസൂലുള്ളയോട് പറയുമ്പോ ഇതായിരുന്നു മാന്യ സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികളായി അല്ലാഹുവിന്റെ റസൂല് വളർത്തിക്കൊണ്ടുപോകുന്ന സ്വഹാബത്തിന്റെ ജീവിതമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ റസൂലുള്ളയെ പിൻപറ്റുന്ന ആ റസൂലുള്ളാന്റെ അനുയായികളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പരലോകത്ത് ശാശ്വതമായ ലോകത്ത് രക്ഷപ്പെടാൻ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ശരീരത്തെ കാത്തുരക്ഷിക്കാൻ എന്ത് നേടി നമ്മുടെ ജീവിതത്തിൽ, എന്ത് അധ്വാനിക്കുവാൻ കഴിഞ്ഞു? നമ്മുടെ മനസ്സിനോട് ഒരു വിചാരണ നടത്തേണ്ടതുണ്ട്. മാന്യ സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. ഒരു നിമിഷം ഈ ഇരുന്ന ഇരിപ്പിൽ അല്ലാഹുവിന്റെ ഭവനത്തിലാണല്ലോ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്നാണല്ലോ നമ്മൾ ദീന് പഠിക്കുന്നത്. ഈ സ്വാലിഹായ കർമ്മം പടച്ചറബ് നാളെ പരലോകത്ത് സ്വീകരിച്ച് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാന്യ സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ നിമിഷമെങ്ങാനും റബ്ബ് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് നമ്മളെ അവസ്ഥ എന്താ? ആ പരലോകത്തേക്ക് വേണ്ടി എന്ത് നേടി, എന്ത് അധ്വാനിക്കാൻ കഴിഞ്ഞു? നമ്മുടെ മനസ്സിനോട് ചോദിക്കാൻ കഴിയണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചല്ലോ, നിങ്ങൾക്കൊരു വലിയൊരു വിചാരണ നിങ്ങൾക്ക് നാളെ നേരിടാനുണ്ട്. ആ ഒരു വിചാരണ വരുന്നതിന് മുമ്പ് എന്നും ഓരോ ദിനങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിനോടൊരു വിചാരണ നടത്തണമെന്ന താക്കീത് ഉൾക്കൊള്ളേണ്ടവരാണ് മാന്യ സഹോദരങ്ങളെ. എന്നും രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ കിടപ്പറയിൽ പോയി ആ കിടക്കിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കാനും ആലോചിക്കാനും മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു ദിവസം എന്നിൽ നിന്ന് കടന്നുപോയി, റബ്ബേ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ഈ ദിനത്തിൽ എനിക്ക് വേണ്ടി എന്ത് നേടി, നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എൻ്റെ പരലോക ജീവിതത്തിന് വേണ്ടി ചിന്തിക്കാനും വിചാരണകൾ നടത്താനും മാന്യ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. എന്താ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ? നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താ മാന്യ സഹോദരങ്ങളെ? ജാഹിലിയത്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്നിട്ട് നമ്മുടെ സമൂഹം പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ? ഒരാഴ്ച മുമ്പ് നമ്മളെല്ലാം വായിച്ചൊരു വാർത്ത ഉണ്ടായിരുന്നില്ല, പത്രമാധ്യമങ്ങളിലൂടെ കടന്നു വന്നൊരു വാർത്തയായിരുന്നു. ഒരു അധ്യാപകന്റെ സംസ്കാരം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകൻ, ധർമ്മം എന്താണ് എന്ന് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകന്റെ ഒരു വാർത്ത. നമുക്കറിയാം, ഏതെങ്കിലും ഒരു യുവതിയെ പോയി സമീപിച്ച് ആ യുവതിയോട് പറയുകയാണ്, തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി യുവതിയെ വിളിച്ചു കൊണ്ടുപോയി ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് കൊണ്ടുപോയി ആളിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കണ്ടേ കാര്യങ്ങൾ സാധിക്കുകയും അതിനുശേഷം മാരകമായ വിഷം നൽകി 20ഓളം യുവതികളെ കൊന്ന് കക്കൂസ ടാങ്കിയിൽ കൊണ്ടുപോയി തള്ളിയ
ഒരു അധ്യാപകന്റെ വാർത്ത വായിച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. ഒരൊറ്റ വാർത്ത മാത്രമേ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇന്നത്തെ മൊത്തത്തിൽ അവസ്ഥ ഇങ്ങനെയാണ്. യുവാക്കളാണെങ്കിൽ മദ്യത്തിലും ലഹരിയിലും മുങ്ങിക്കുളിച്ചൊരവസ്ഥയിൽ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത മക്കൾ ആ ഒരു ചുറ്റുപാടിൽ ജാഹിലിയത്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ നമ്മുടെ കേരള സമൂഹം മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ എന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിച്ചു മാന്യ സഹോദരങ്ങളെ? നമ്മുടെ സമൂഹത്തിന് അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാട് ഇല്ല. നാളെ മരിക്കേണ്ടവനാണ് എന്ന ചിന്തകൾ മറന്നുപോയി. പരലോകത്തേക്ക് കടന്നു വരേണ്ടവനാണ് എന്ന ചിന്തകൾ നമ്മൾ മറന്നുപോയി. അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകളും പാപങ്ങളും കടന്നു വരാനുള്ള മുഖ്യമായ കാരണം. മരിക്കേണ്ടവനാണ് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. മരിക്കേണ്ടവനാണെന്ന ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണം. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചല്ലോ, അള്ളാഹുവിന്റെ റസൂലെ, ജീവിതത്തിലും ആരാധനാ കർമ്മങ്ങളിലും തഖ്വയോടുകൂടി ജീവിക്കാൻ, ഈമാനോടുകൂടി ജീവിക്കാനുള്ള ഒരു മാർഗം അങ്ങ് പഠിപ്പിച്ചു തരണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തു. ഈമാനോടുകൂടി ജീവിക്കണോ, തഖ്വയോടുകൂടി നീ ജീവിക്കണോ? ഓരോ നിമിഷവും നിന്നിൽ നിന്ന് കടന്നു പോകുമ്പോ മരിക്കേണ്ടവനാണ് എന്ന ചിന്തയോടുകൂടി ജീവിക്കുക. ആരാധനാ കർമ്മങ്ങളിലേക്ക് വേണ്ടി നിന്നു കഴിഞ്ഞാൽ മരിക്കേണ്ടവനാണെന്ന ചിന്തയോടുകൂടി ഓരോ കർമ്മങ്ങളും നീ നിർവഹിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലും നിന്റെ ആരാധനാ കർമ്മങ്ങളിലും ഈമാനും തഖ്വയും കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, മാന്യ സഹോദര, ആ മരണത്തെ കൺമുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനും കർമ്മങ്ങൾ ചെയ്യുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കത്തിയാളെന്ന നരകാഗ്നി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മളെല്ലാം നാളെ ആ നരകത്തിന്റെ മുമ്പിൽ വരേണ്ട ആൾക്കാരാ. എല്ലാ ആളുകളെയും മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്തിന്റെ അന്ത്യസമയം നടക്കുന്ന ആ സമയത്ത് പിറന്നു വീഴുന്ന കുട്ടിയെപ്പോലും അള്ളാഹു നാളെ നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അമ്പിയാക്കന്മാരും ഉണ്ടാകും അതിൽ, പ്രവാചകന്മാരും ഉണ്ടാകും അതിൽ, സ്വഹാബത്തും ഉണ്ടാകും അതിൽ. നരകം ലോകത്തുള്ള സകല മനുഷ്യരെയും അല്ല കാണിപ്പിച്ചിട്ട് സ്വർഗത്തിലേക്ക് സ്വർഗവാസികളെ പറഞ്ഞയക്കൂ. അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിച്ചു തന്നതാ. ഞാൻ ആമുഖമായി ഓതി വെച്ചല്ലോ, വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലാഹു വിധിച്ചു വെച്ചതാണ്. ലോകത്തുള്ള സകല മനുഷ്യരെയും നരകത്തിന്റെ മുമ്പിൽ ഹാജരാക്കണമെന്ന് അല്ലാഹു വിധിച്ചു വെച്ചിട്ടുണ്ട്. ആ വിധി പ്രകാരം നാളെ കോടാനുകോടി മനുഷ്യരെ മുഴുവൻ അല്ലാഹു നരകത്തിന്റെ മുമ്പിൽ ഹാജരാക്കും. ആ നരകത്തിന്റെ മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ലോകത്തുള്ള സകല മനുഷ്യരെയും നരകം കാണിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകളെ മാത്രം അല്ലാഹു ആ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കും. ആരാണ് മാന്യ സഹോദരങ്ങളെ ആ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ? സുമ്മനുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. തഖ്വയോടുകൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിച്ചവരാരോ, സുമ്മനുനജ്ജിൽ ലദീന തഖൗ, ആ തഖ്വയുള്ളവരെ അല്ലാഹു നരകം കാണിപ്പിച്ചതിന് ശേഷം ആ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കുകയാണ്. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. ബാക്കിയുള്ള അധർമ്മകാരികളെ മുഴുവൻ ആ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന്, അക്രമകാരികളെ മുഴുവൻ ആ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ മാന്യ സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിച്ചിരുമ്പോൾ ആ തഖ്വ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് തഖ്വയുള്ളവരെ മാത്രം അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമ്പോ ആ കാത്തുരക്ഷിക്കുന്ന ആളുകളോടൊപ്പം ചേരാൻ അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുമ്പോ, മുത്തഖീങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ആ മുത്തഖീങ്ങളോടൊപ്പം ചേരാൻ അധ്വാനിക്കുവാനും കർമ്മങ്ങൾ ചെയ്യുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ മാന്യ സഹോദര? ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖി. നിന്റെ അധ്വാനങ്ങൾ മുഴുവൻ അത് പരലോകത്തേക്ക് വേണ്ടിയാ. എല്ലാം
നന്മയാണ് എങ്കിലും തിന്മയാണ് എങ്കിലും നിന്റെ മുമ്പിൽ നാളെ പടച്ച റബ്ബ് അത് കൊണ്ടുവരും. ഫമുലാഖി, ആ പരലോകത്ത് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവനാണ് നീ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ മാന്യ സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിച്ചിരുമ്പോൾ ആ നരകം താങ്ങാൻ നമുക്ക് കഴിയില്ല. നരകത്തിലെ ശിക്ഷ താങ്ങാൻ മാന്യ സഹോദരങ്ങളെ നമ്മുടെ ഈ ശരീരം കൊണ്ട് താങ്ങാൻ കഴിയില്ല നമുക്ക്. ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അല്ലാഹ് ശിക്ഷിക്കും പോലെ ലോകത്തൊരാളും ശിക്ഷിക്കുകയില്ല. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, മനുഷ്യ നിന്റെ റബ്ബിന്റെ പിടുത്തം എന്ന് പറഞ്ഞാൽ അത് കഠിനമാണ് കേട്ടോ. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്ന മാന്യ സഹോദരങ്ങളെ ഒരു ഭക്ഷണം അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിച്ചെന്നല്ലോ. കുറ്റവാളികൾ നരകത്തിലേക്ക് കടക്കുമ്പോൾ ആ കുറ്റവാളികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഭക്ഷണം എന്താ, അതിന്റെ അവസ്ഥ എന്താ? വലാ തആമുൻ ഇല്ലാ മിൻ ഗസ്ലിൻ ലാ യഅകുലു ഇല്ലൽ ഖാതിഊൻ. കുറ്റവാളികൾ നാളെ നരകത്തിൽ അവരെ റബ്ബ് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വിശക്കുന്നു എന്നവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഭക്ഷണം അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഖിസ്ലീനിൽ നിന്നൊരു ഭക്ഷണം പടച്ച റബ്ബ് കൊടുക്കും. എന്താണ് ആ ഖിസ്ലീനിന്റെ അവസ്ഥ? പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു. രണ്ട് രൂപത്തിലാണ് ആ ഖിസ്ലീൻ എന്ന ഭക്ഷണത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നത്. ഒന്നാമത്തെ വിശദീകരണം, നാളെ കോടാനുകോടി ജനങ്ങൾ അവർ നരകത്തിലേക്ക് എറിയപ്പെട്ടു കഴിഞ്ഞാൽ ആ നരകത്തിലെ തീന്റെ കാഠിന്യം കൊണ്ട്, ആ നരകത്തിലെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് ആ നരകവാസികളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ദുർനീര് ആലോചിക്കണം മാന്യ സഹോദര. നമ്മുടെ ശരീരത്തിലെങ്ങാനും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ജലവും രക്തവും ഒലിച്ചിറങ്ങാറുണ്ട്. അത് പഴുത്തു കഴിഞ്ഞാൽ ജലം ഒലിച്ചിറങ്ങാറുണ്ട്. നമ്മുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ ജലം കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അറുപ്പോ വെറുപ്പോ തോന്നി എന്ന് വരില്ല. മറ്റുള്ളവന്റെ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാലോ, മറ്റുള്ളവന്റെ ശരീരത്തിൽ മുറിവ് പറ്റി, ആ മുറിവ് പഴുത്തു, അതിൽ നിന്ന് ജലം വരും, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്താ മാന്യ സഹോദരങ്ങളെ? ഇത് കോടാനുകോടി ജനങ്ങൾ മുഴുവൻ നാളെ റബ്ബിന്റെ നരകത്തിൽ കത്തിയെരിയുമ്പോ ആ ചൂടിന്റെ കാഠിന്യം കൊണ്ട് മനുഷ്യ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ജലവും ഒലിച്ചിറങ്ങുന്ന രക്തവും നരകവാസികൾക്ക് വേണ്ടി ഭക്ഷിക്കുവാൻ വേണ്ടി കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു. അതാണ് ഖിസ്ലീൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ വിശദീകരണം എന്താ? വ്യഭിചാരിണികളായ പെണ്ണുങ്ങൾ, വ്യഭിചാരികളായ സ്ത്രീകൾ നാളെ നരകത്തിൽ വരുമ്പോ അവരുടെ ഗുഹ്യ ഭാഗത്തുകൂടെ ഒരു ദുർനീര് ഒലിച്ചിറങ്ങുമെന്ന, അതാണ് ഖിസ്ലീൻ എന്ന് പറഞ്ഞ് വിശദീകരിച്ച പണ്ഡിതന്മാരുമുണ്ട്. അത് കോരി കൊടുക്കുമെന്ന ആളുകൾക്ക് വേണ്ടി എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ മാന്യ സഹോദര, താങ്ങാൻ കഴിയില്ല ആ നരകത്തിലെ ശിക്ഷകൾ നമുക്ക്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളുമായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും മാന്യ സഹോദരങ്ങളെ കഴിയേണ്ടതുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കാനും മാന്യ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ, അതല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇൽമിൻ്റെ സദസ്സ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ മാതാപിതാക്കളെ മാത്രം കാണുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണാറുള്ളത്. ഒരു ഉപകാരം അതുകൊണ്ട് പരലോകത്ത് നേടാനില്ല മാന്യ സഹോദരങ്ങളെ. നാളെ പരലോകത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി നാളെ റബ്ബ് നമുക്ക് സ്വർഗം വിധിക്കും. സ്വർഗത്തിലേക്ക് പോകുമ്പോ റബ്ബിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ പിന്നാലെ കടന്നു വരും. ആ മക്കൾ റബ്ബിനോട് പറയും, റബ്ബേ ഞങ്ങൾ നരകത്തിലേക്ക് പോകുന്നു, ഞങ്ങളുടെ മാതാപിതാക്കളാകട്ടെ അവർ സ്വർഗത്തിലേക്ക് പോകുന്നു. ഞങ്ങൾ നരകത്തിലേക്ക് പോകാനുള്ള കാരണം ഞങ്ങളുടെ മാതാപിതാക്കളാണ് റബ്ബേ. അവർ നമസ്കരിക്കുന്നവരായിരുന്നു, അവർ നമസ്കാരം ശീലിപ്പിച്ചില്ല റബ്ബേ. അവർ ഖുർആൻ ക്ലാസുകളിലേക്ക് പോകുന്നവരായിരുന്നു, ഞങ്ങളുടെ ഖുർആൻ ക്ലാസ്സിലേക്ക് അവർ കൊണ്ടുപോയില്ല റബ്ബേ. ഞങ്ങൾ തോന്നിവാസികളായി തിന്മകളും പാപങ്ങളും സമൂഹത്തിനും നാടിനും നിരക്കാത്ത പ്രവർത്തനങ്ങളുമായി ഞങ്ങളുടെ നാടുകളിൽ ചുറ്റിത്തിരിയുമ്പോ നന്മയിലേക്ക് കൈപിടിക്കാൻ, നന്മയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല റബ്ബേ. ഞങ്ങൾ നരകത്തിലേക്ക് പോകാനുള്ള മുഖ്യമായ കാരണം ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളുടെ വാപ്പയുമാണ് മക്കൾ റബ്ബേ. അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളെ നരകത്തിലേക്ക്
ഞങ്ങൾ നരകത്തിലേക്ക് പോകുമ്പോ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, റബ്ബേ ഞങ്ങളുടെ കാലിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവാ, അവരെ ഞങ്ങൾ ചവിട്ടി താഴ്ത്തട്ടെ എന്ന് റഹ്മാനായ റബ്ബ് ആ റബ്ബിന്റെ പരലോകത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മക്കൾ റബ്ബിനോട് പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാന്യ സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിച്ചിരുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ സഹിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം 9.5 മാസം 10ഓളം മാസത്തിനടുത്ത് പ്രയാസങ്ങൾ സഹിച്ച് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് ഗർഭം ചുമന്ന് നടന്നു, മരണതുല്യ വേദന സഹിച്ചുകൊണ്ട് ആ മാതാവ് തന്റെ മകനെയും തന്റെ മകളെയും പ്രസവിക്കുകയാണ്. 2 വർഷത്തോളം കാലം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ആ മാതാവ് തന്റെ മക്കളെ പാലൂട്ടി തേനൂട്ടി വളർത്തിക്കൊണ്ടുപോന്നു. പിതാവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ പ്രഭാതത്തിലെ സൂര്യൻ ഉദിക്കുമ്പോഴേക്കും തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. കോറികളിലേക്ക്, തന്റെ കച്ചവടങ്ങളിലേക്ക്, തന്റെ ബിസിനസ് കാര്യങ്ങളിലേക്ക് ചോര നീരാക്കിക്കൊണ്ട് പണിയെടുത്തുകൊണ്ട് വൈകുന്നേരം ക്ഷീണിതനായി തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഈ പ്രയാസങ്ങൾ മക്കൾക്ക് വേണ്ടിയാണ്. മാന്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ മാതാവും ഓരോ പിതാവും അനുഭവിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സ്വന്തം ശരീരത്തെ ആ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിച്ചു. സ്വന്തം ശരീരത്തെ നോക്കുന്നത് പോലെ തൻ്റെ കുടുംബത്തിൻ്റെയും കാര്യം നിങ്ങൾ നോക്കണം. ഭാര്യയെ മറന്നു പോകരുത്, ഭർത്താവിനെ മറന്നു പോകരുത്, മാതാവിനെ മറന്നു പോകരുത്, പിതാവിനെ മറന്നു പോകരുത്, മക്കളെയും മറന്നു പോകരുത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും ആ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിച്ചോ. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിലെ തീയുണ്ടല്ലോ, കരിങ്കല്ലുകളെ പോലും കരിയിച്ചു കളയുന്ന ഒരു തീയാണോ നിങ്ങൾക്ക് വേണ്ടി നരകത്തിൽ അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹ് എന്ത് കൽപ്പിച്ചാലും അല്ലാഹ് എന്ത് നിർദ്ദേശിച്ചാലും അത് ചെയ്യാനുള്ള മലക്കുകൾ ആ നരകത്തിന്റെ കാവൽക്കാരായി ഗിലാദുൻ ശിദാദ്, ശക്തന്മാരാണവർ, മല്ലന്മാരാണവർ. അങ്ങനെയുള്ള ഒരുപാട് മലക്കുകളെ നരകത്തിന്റെ മുമ്പിൽ അള്ളാഹു കാവൽക്കാരായി നിർത്തിയിട്ടുണ്ട്. അവിടെ എണ്ണത്രയാ മാന്യ സഹോദരങ്ങളെ, അവിടെ എണ്ണം അലൈഹാ തിസ്അത അശർ 19ഓളം മലക്കുകളെയാണ് നരകത്തിന്റെ മുമ്പിൽ അള്ളാഹു കാവൽക്കാരായി നിർത്തിയിട്ടുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ പരിഹാസത്തോടുകൂടി അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചു, ഈ ആയത്തിറങ്ങിയപ്പോൾ 19 മലക്കാണ് നരകത്തിന് കാവൽക്കാരായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ മക്ക ആകെ 19 മലക്കുകളാണോ മുഹമ്മദേ, നീ ഒരു നരകമൊക്കെ ഉണ്ടെന്ന് പറയണ്ടല്ലോ, ആ നരകത്തിന് 19 മലക്കാണോ ആകെ ഉള്ളതെന്ന് ചോദിച്ചു. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, ആ നരകത്തിന്റെ മുമ്പിൽ അള്ളാഹു കാവൽക്കാരായി നിർത്തിയ ഒരു മലക്കിന്റെ ആരോഗ്യം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ നേരിടാനുള്ള ഒരു ആരോഗ്യം ഒരു മലക്കിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള 19ഓളം മലക്കുകൾ നരകത്തിന്റെ കാവൽക്കാരായി ഉണ്ടാകും. എന്താ അവരുടെ ഡ്യൂട്ടി? ആ 19 മലക്കിന്റെ ഡ്യൂട്ടി എന്താ മാന്യ സഹോദരങ്ങളെ? അള്ളാഹിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. വഅമ്മല്ലദീന ഫസഖൂ ഫമഅവാഹുമുൻ നാർ കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ ഉഈദൂ ഫീഹാ വഖീല ലഹും ذوقوا عذاب النار الذي كنتم به تكذبون وأما الذين فسقوا فمأواهم النار. നരകവാസികൾ ആ റബ്ബിന്റെ തെമ്മാടികളായ ഫാസിഖീങ്ങളായ ആളുകൾ അവർ നാളെ റബ്ബിന്റെ നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നരകത്തിലെ ചൂട് താങ്ങാൻ കഴിയാതെ
നരകത്തിലെ ശിക്ഷ താങ്ങാൻ കഴിയാതെ അവർ കരയിലേക്ക് കയറി വരുമ്പോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ, ആ മലക്കുകൾ ആ മലക്കുകൾ അവരെ പറഞ്ഞയക്കുകയാണ്, ആ നരകത്തിലേക്ക് അവരെ മടക്കുകയാണ്. വഅമ്മല്ലദീന ഫസഖു ഫമഅവാഹുമുന്നാർ കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ ഉഈദു ഫീഹാ. ആ നരകത്തിലേക്ക് തന്നെ ആ മലക്കുകൾ അവരെ മടക്കും. എന്നിട്ട് അവരോട് പറയും, ദൂഖൂ, നരകവാസികളെ അനുഭവിക്കടോ, അനുഭവിക്ക്. ദൂഖൂ, നിങ്ങൾ ആസ്വദിക്കടോ, നിങ്ങൾ അനുഭവിക്കണം ഈ നരകത്തിലെ ശിക്ഷ. ദൂഖൂ അദാബന്നാരില്ലദി കുൻതും ബിഹി തുകദ്ദിബൂൻ. അല്ലാഹയെ കളവാക്കി നിങ്ങൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചു. ദുനിയാവിൽ എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ആ റബ്ബിനെ ഭയപ്പെടാൻ, ആ റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് സമയമുണ്ടായില്ല. ആസ്വദിക്കുക എന്ന് പറഞ്ഞ് ആ നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ മാന്യ സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിച്ചിരുമ്പോൾ ജീവിതത്തിൽ അധ്വാനിക്കുവാനും കർമ്മങ്ങളുമായി മുന്നേറുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാ. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയാറുണ്ട്, എനിക്ക് സ്വർഗം മതി. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, എനിക്ക് സ്വർഗം മതി, സ്വർഗം മതി, സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ. റബ്ബിന്റെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മാന്യ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി അധ്വാനിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കർമ്മങ്ങളുമായി മുന്നേറാൻ അധ്വാനിക്കുവാൻ മാന്യ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ റബ്ബ് സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നുണ്ട് ഞാനും നിങ്ങളും ആ സ്വർഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളേറെ റബ്ബ് സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നുണ്ട് ഞാനും നിങ്ങളും നാളെ സ്വർഗത്തിൽ പോകണമെന്ന്. അതുകൊണ്ടാണല്ലോ റബ്ബ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. സാബിഖൂ, നിങ്ങൾ ഓടിവാ, സാബിഖൂ, നിങ്ങൾ കുതിച്ചുവാ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ഓടിവാ എന്ന് റബ്ബ് വിളിച്ചിട്ട് പറയുന്നു. മനുഷ്യ, നിനക്ക് വേണ്ടി നാം തയ്യാറാക്കി വെച്ച സ്വർഗമുണ്ടല്ലോ, അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗമാണോ മനുഷ്യ നിനക്ക് വേണ്ടി നാം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ലോകത്തിന്റെ നാനാദിക്കുകളിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? എവിടെ പോയാലും നമ്മൾ ആകാശവും ഭൂമിയും കാണുന്നുണ്ട് എങ്കിൽ മാന്യ സഹോദരങ്ങളെ, ഇന്നേ വരെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വിശാലത കണക്കാക്കാൻ നമ്മളിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ അള്ള പറയാണ്, നിനക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വർഗമുണ്ടല്ലോ, നിനക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വർഗമുണ്ടല്ലോ, അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമാണ് മനുഷ്യ നിനക്ക് വേണ്ടി തയ്യാറാക്കിയത്. അള്ളാഹനെ ഭയപ്പെട്ടവർ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിച്ചവർ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകും. കുറ്റവാളികൾ നരകത്തിലേക്കും പോകും. ആ കുറ്റവാളികൾ സ്വർഗക്കാർക്ക് അള്ളാഹു നൽകിയ സംവിധാനങ്ങളും അനുഗ്രഹങ്ങളും കണ്ടുകൊണ്ട് ആ നരകക്കാര് ആ സ്വർഗക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. നരകത്തിലെ ശിക്ഷ താങ്ങാൻ കഴിയാതെ ആ സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ കണ്ട് നരകവാസികൾ ചോദിക്കുകയാണ് സ്വർഗക്കാരോട്, വനാദാ അസ്ഹാബുന്നാർ അസ്ഹാബൽ ജന്ന, നരകക്കാർ വിളിച്ചു ചോദിക്കുകയാണ്, അസ്ഹാബൽ ജന്ന, അല്ലയോ സ്വർഗക്കാരെ, അന്നഫീലു അലൈനാ മിനൽ മാ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പാനീയത്തിൽ നിന്നും ഒരൽപ്പം ആസ്വദിക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് തരണം. ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അതല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്നും ഒരൽപ്പം ആസ്വദിക്കുവാൻ, അന്നഫീലു അലൈനാ, ഞങ്ങൾക്ക് കഴിക്കുവാൻ വേണ്ടി അനുഭവിക്കുവാൻ വേണ്ടി നിങ്ങൾ തരണമെന്ന് നരകക്കാര് ചോദിക്കുമ്പോ, ഇല്ല സ്വർഗക്കാരെ, ഈ സ്വർഗത്തിലെ ഭക്ഷണങ്ങളും ഈ സ്വർഗത്തിലെ പാനീയങ്ങളും അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു.
അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് സ്വർഗക്കാര് തിരിച്ചു പറയുമെന്ന് സൂറത്തുൽ ആറാഫിലൂടെ അള്ളാഹുവിന്റെ ഖുർആൻ മാന്യ സഹോദര നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ നരകമെങ്ങാനും വിധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത മാന്യ സഹോദര, പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായി നരകമെങ്ങാനും റബ്ബ് നമുക്ക് വിധിച്ചു കഴിഞ്ഞാൽ ആ നരകത്തിൽ ഖാലിദീന ഫീഹാ നമ്മൾ കഴിയേണ്ടി വരും, നരകത്തിൽ കഴിയേണ്ടി വരും. ആ നരകത്തിലെ ശിക്ഷയുമായി അതുകൊണ്ട് അധ്വാനിക്കുക, പ്രവർത്തിക്കുക. ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും, ഓരോ ദിവസങ്ങളും, ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുമ്പോ പരലോകത്തേക്ക് ഞാൻ പോകുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് എന്ന ചിന്തയോടുകൂടി ജീവിക്കുവാൻ മാന്യ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പല പ്ലാനുകളും നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ പുതുവർഷം അടിച്ചു പൊളിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഇരിക്കുന്നവരായിരിക്കും നമ്മളിൽ പല സഹോദരങ്ങളും. മാന്യ സഹോദരങ്ങളെ, സന്തോഷിക്കാനുള്ള ദിനങ്ങളല്ല പുതുവർഷങ്ങൾ സന്തോഷിക്കാനുള്ളതല്ല, കരയാനുള്ളതാണ്. ഓരോ റമദാനുകളും, ഓരോ പെരുന്നാളുകളും, ഓരോ വർഷങ്ങളും, ഓരോ വെള്ളിയാഴ്ചകളും കടന്നു പോകുമ്പോ പ്രവാചകന്മാർ, സ്വഹാബത്ത് അവർ കരഞ്ഞ് പരലോകത്തെ കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഇസ്ലാം മാന്യ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിച്ചിരുമ്പോ പുതുവർഷങ്ങൾ ദുഃഖത്തിന്റെ ദിനങ്ങളായി കാണുവാനും പരലോകത്തേക്ക് പ്രവേശിക്കുവാനും പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുവാനുള്ള പ്രോത്സാഹനത്തിന്റെ ദിനങ്ങളായി കാണുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഓരോ ദിനങ്ങളും കഴിഞ്ഞു പോകുമ്പോ മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത് സഹോദരങ്ങളെ. ഓരോ ദിനങ്ങളും, ഓരോ മാസങ്ങളും നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ മരണമെന്ന യാഥാർത്ഥ്യം നമ്മളെ കൊണ്ടുപോകുമ്പോൾ തിന്മകളുമായി, പാപങ്ങളുമായി അള്ളാഹുവിന്റെ കോടതിയിൽ കടന്നു വന്നാൽ രക്ഷയില്ല മാന്യ സഹോദര. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ മനസ്സുമായി കടന്നു വരാൻ നമുക്ക് കഴിയുമോ? തിന്മകളില്ലാത്ത, പാപങ്ങളില്ലാത്ത ഒരു ജീവിതവുമായി, ഒരു മനുഷ്യനായി അള്ളാഹുവിന്റെ കോടതി നമുക്ക് ഹാജരാൻ കഴിയുമോ? എങ്കിലേ ആ പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് കഴിയൂ. ഒരാളും നമ്മളെ രക്ഷിക്കാനുണ്ടാവുകയില്ല, ഒരാളുണ്ടാവില്ല. ഈ ദുനിയാവിൽ നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ സഹായിക്കാനും നൂറ് കണക്കിന് ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട് അല്ലേ? നമ്മുടെ പണം, നമ്മുടെ അധികാരങ്ങൾ, അതുപോലെ നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ ഉമ്മ, നമ്മുടെ ബാപ്പ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, ഒരുപാട് ആൾക്കാർ എന്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ സഹായിക്കാനും നമ്മുടെ ചുറ്റുപാടിലുണ്ട് എങ്കിൽ നാളെ പരലോകത്ത് ഒരാളുണ്ടാവില്ല. നാളെ റബ്ബിന്റെ കോടതി രക്ഷ വേണോ? അള്ളാഹ് സ്നേഹിക്കണം നമ്മളെ, അള്ളാഹ് തൃപ്തിപ്പെടണം. അള്ളാഹ് തൃപ്തിപ്പെട്ടിട്ടില്ലേ ഒരാളുണ്ടാവില്ല പരലോകത്ത്. അള്ളാഹിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചല്ലോ. ആ ഘോരമായ ശബ്ദം വന്നെത്തിക്കഴിഞ്ഞാൽ ഉമ്മയെ വേണ്ട, വാപ്പയെ വേണ്ട, മക്കളെ വേണ്ട, കുടുംബക്കാരെ വേണ്ട, കൂട്ടുകാരെ വേണ്ട. ഈ ദുനിയാവിലെ ജീവിതത്തിൽ എന്ത് തോന്നിവാസങ്ങൾക്കും എന്ത് തമ്മാടിത്തരങ്ങളിലേക്കും പ്രവർത്തിക്കുവാനും കൊണ്ടുപോകുവാനും ഒരുപാട് കൂട്ടുകാര് മാന്യ സഹോദര നമുക്കുണ്ടാകും. നമസ്കാരത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളികൾ കേൾക്കുമ്പോ നമ്മുടെ കൂട്ടുകാരൻ പറയും കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകാം, ചർച്ച കഴിഞ്ഞിട്ട് പോകാം, കളി കഴിഞ്ഞിട്ട് പോകാം, അതല്ലെങ്കിൽ ഇതൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞ് തിന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ അള്ളാഹുവിനെ സ്മരിക്കുന്ന
അള്ളാഹുവിനെ ഓർക്കുന്ന മാർഗങ്ങളിൽ നിന്ന് തൊട്ടു തടയുന്ന കൂട്ടുകാരാണോ, സഹപാഠികളാണോ, സുഹൃത്തുക്കളാണോ നമ്മളോടൊപ്പമുള്ളത് എങ്കിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായി അള്ളാഹുവിന്റെ കോടതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നരകം വിധിക്കുമ്പോ നമ്മൾ പറഞ്ഞു പോകും, യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്റെ നാശമേ, എന്റെ നട്ടമേ, ഇന്ന ആളുകളെ കൂട്ടുകാരായി സ്വീകരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ, ഇന്ന ആൾക്കാരെ സുഹൃത്തുക്കളായി സ്വീകരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന, നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടുകാരെ ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നേനെ, എത്ര നന്നായിരുന്നേനെ എന്ന് നരകം കാണുമ്പോ കുറ്റവാളികൾ പറഞ്ഞു പോകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ ആ കൂട്ടുകാരും നാളെ പരലോകത്ത് സംരക്ഷിക്കാൻ വരികയില്ല മാന്യ സഹോദര. അതുകൊണ്ടാ റബ്ബ് പഠിപ്പിച്ചത് വത്തഖൂ യൗമാ, വത്തഖൂ യൗമാ, പരലോകത്ത് നീ സൂക്ഷിക്കണം. കേട്ടോ, ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും നാളെ പരലോകത്ത് ചെയ്യാൻ കഴിയില്ല. വലാ ശഫാഅത്തുൻ, ഒരു ശുപാർശക്കാരനും നാളെ പരലോകത്ത് കടന്നു വരും. ഒരാളും നിങ്ങളെ സഹായിക്കുകയില്ല, ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ മാന്യ സഹോദരങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുമ്പോൾ ആ റബ്ബിൻ്റെ കോടതി നമ്മളെ സഹായിക്കാനും നമ്മളെ സംരക്ഷിക്കാനും കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാ? നമ്മുടെ റബ്ബ്, നമ്മുടെ റബ്ബ്. ആ റബ്ബിനല്ലാതെ ഒരാൾക്കും നാളെ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ റബ്ബും പറയും ചില ആൾക്കാരോട്, വകദാലിക്കൽ യൗമ തുൻസാ, വകദാലിക്കൽ യൗമ തുൻസാ. അല്ലാഹുവിനെ മറന്നതിന്റെ പേരിൽ, അല്ലാഹുവിനെ അവഗണിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ഉത്ബോധനങ്ങളെ മറന്നുകൊണ്ട് ജീവിച്ച ആളുകൾ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅമാ. അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ അനുസരിക്കാതെ അല്ലാഹുവിന്റെ ഉത്ബോധനങ്ങളെ മറന്നുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ അന്ധന്മാരായി നാളെ പരലോകത്ത് ഹാജരാകും. അവർ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ, എനിക്ക് കണ്ണുണ്ടായിരുന്നുവല്ലോ, എനിക്ക് കാഴ്ചയുണ്ടായിരുന്നുവല്ലോ, ദുനിയാവിൽ ഞാൻ ജീവിക്കുമ്പോ നല്ലോണം കാണാനും നല്ലവണ്ണം കണ്ണുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു ആളായിരുന്നല്ലോ റബ്ബേ. പരലോകത്ത് ഞാൻ വന്നപ്പോ എന്റെ കാഴ്ചശക്തിയെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. എവിടെയാണ് എന്റെ കണ്ണ്, എവിടെയാണ് എന്റെ കാഴ്ചശക്തി എന്ന് ആ കുറ്റവാളികൾ, റബ്ബിനെ മറന്ന ആളുകൾ പരലോകത്ത് റബ്ബിനോട് ചോദിക്കുമ്പോ ആ റബ്ബ് അവനോട് പറയും, അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. നീ പറഞ്ഞത് ശരിയാണ് മനുഷ്യ, നിനക്ക് കണ്ണുണ്ടായിരുന്നു, നിനക്ക് കണ്ണുണ്ടായിരുന്നു. എന്റെ ആയത്തുകൾ നിന്നെ സമീപിച്ചു, നിന്നെ കണ്ടുകൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ നീ കഴിഞ്ഞിട്ടില്ല, നിനക്ക് കഴിഞ്ഞില്ല. സത്യത്തിന്റെ പാത ഏതാണെന്ന് തെരഞ്ഞെടുക്കാൻ, ഏതാണ് നന്മയുടെ പാത എന്ന് തെരഞ്ഞെടുക്കുവാൻ, ഏതാണ് സിറാത്തുൽ മുസ്തഖീം ചൊവ്വായ പാത എന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി രണ്ട് കണ്ണുകളെ നൽകി, രണ്ട് കാതുകളെ നൽകി, ഒരു ഹൃദയത്തെ നൽകി. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹ് ചോദിക്കാണ്, കണ്ണുകൾ നൽകി, നാവ് നൽകി, ചുണ്ടുകൾ നൽകി, എല്ലാ സംവിധാനങ്ങളും നൽകി, പ്രവാചകന്മാരെ അയച്ചു തന്നു, വേദഗ്രന്ഥങ്ങൾ ഇറക്കി തന്നു, എല്ലാം ചിന്തിച്ച് മനസ്സിലാക്കുവാൻ സുന്ദരമായൊരു ഹൃദയം നൽകി. എന്നിട്ടും എന്താ മനുഷ്യ, വഹദൈനാഹു നജ്ദൈൻ, വെട്ടിത്തുറന്ന രണ്ട് പാതകൾ നിനക്ക് മുമ്പിൽ കാണിച്ചു തന്നില്ലയോ? സ്വർഗത്തിലേക്കുള്ള പാത ഏതാ, നരകത്തിലേക്കുള്ള പാത ഏതാ? രണ്ടും വെട്ടിത്തുറന്ന് റഹ്മാനായ റബ്ബ് കാണിച്ചു തന്നിട്ട് ആ സ്വർഗത്തിലേക്കുള്ള പാത തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത്തരം ആളുകളോട് റബ്ബ് പറയും, വകദാലികൽ യൗമ തുൻസാ. നീ ദുനിയാവിൽ എന്നെ മറന്നതിന്റെ പേരിൽ, നീ ദുനിയാവിൽ എന്നെ അവഗണിച്ചതിന്റെ പേരിൽ ഇന്ന് ഞാൻ നിന്നെ മറന്നിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറയുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ മാന്യ സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിച്ചിരുമ്പോൾ പ്രാർത്ഥിക്കുക, നിരന്തരമായി അധ്വാനിക്കുക,
നിരന്തരമായി മരണത്തിന് മുമ്പ് നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യമാണ്, മരണത്തിന് മുമ്പ് കർമ്മങ്ങളുമായി മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. മരണത്തിന് മുമ്പ് അധ്വാനിക്കാൻ കഴിയണം. ആ മരണം വരുന്ന സമയത്ത് റബ്ബിനോട് പറയുന്നൊരു വചനമുണ്ട്. കുറ്റവാളികൾ പറഞ്ഞു പോകും, റബ്ബിർജിഊൻ റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. റബ്ബേ, എന്നെ മടക്കണം, എൻ്റെ റൂഹിനെ പിടിക്കല്ല നാഥ. പരലോകത്തേക്ക് വേണ്ടി ഒന്നും അധ്വാനിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല നാഥ. ഒരു നിമിഷം ജീവിക്കാൻ എനിക്ക് അവസരം കിട്ടിയാൽ, ഒരു നിമിഷം നീ ആയുസ് നീട്ടിത്തരികയാണ് എങ്കിൽ ലഅല്ലി അഅമലു സാലിഹ, കർമ്മങ്ങളുമായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് റബ്ബേ എന്ന് പറയുമ്പോൾ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാന്യ സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് നമുക്ക് നീട്ടിത്തരുകയില്ല. അതുകൊണ്ട് ഇതാണ് അവസരം. ഈ റബ്ബ് നൽകിയ ജീവിതം, ഈ ദുനിയാവിലെ ജീവിതം, അതാണ് അവസരം. പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള സമയം ഇപ്പോഴാണ് എന്ന് തിരിച്ചറിയാൻ മാന്യ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും നമ്മുടെ നിത്യജീവിതത്തിൽ ചെറുതും വലുതുമായി ഒരുപാട് തിന്മകൾ വന്നു പോകുന്നുണ്ട്. ആ തിന്മകൾ പൊറുക്കപ്പെടാൻ വേണ്ടി നിരന്തരമായി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇന്നല്ലാഹ ലാ യുഗയ്യിറു ഇന്നല്ലാഹ യഖ്ബിലു തൗബത അബ്ദിൻ മാ ലം യുഗർഗിർ. മരണവെപ്രാളത്തിലല്ലാത്ത ഏത് സമയത്തും നീ പശ്ചാത്താപിച്ചു കഴിഞ്ഞാൽ മനുഷ്യ, നിന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. ആ മരണവെപ്രാളത്തിൽ നീ തൗബ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിന്റെ തൗബ അള്ളാഹ്ക്ക് വേണ്ട കേട്ടോ, അള്ളാഹ് സ്വീകരിക്കുകയില്ല കേട്ടോ. ആ ഒരു തൗബ അള്ളാഹു സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ മലക്കുൽ മൗത്തിനെ ഇങ്ങനെ നമ്മൾ നേരിട്ട് കാണും. നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി കടന്നു വന്ന ഒരുപാട് മലക്കുകളുണ്ട്. ആ മലക്കളൊക്കെ നേരിട്ട് കാണും. നമ്മുടെ ചുറ്റും നമ്മുടെ ഉമ്മയും വാപ്പയും മക്കളും സഹോദരങ്ങളും ഭാര്യയും ഭർത്താവും ഒക്കെ ഇരുന്ന് കരയുണ്ടാവും. അവരെ കണ്ണീരൊന്നും കാണാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. എവിടെ നോക്കിയാലും തൻ്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി കടന്നു വന്ന മലക്കുകളെ മാത്രം കാണാൻ പോകുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. ആ നേരിട്ട് മലക്കുകളെ, തൻ്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി കടന്നു വന്ന മലക്കുകളെ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു പോകും, ഞാനിപ്പോൾ പശ്ചാത്താപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. ആ തൗബ അള്ളാഹു സ്വീകരിക്കുമായിരുന്നു എങ്കിൽ ലഅനത്താക്കപ്പെട്ട ഫിറഔനിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമായിരുന്നു അല്ലേ? കാലങ്ങൾ, വർഷങ്ങൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരുന്നു, വർഷങ്ങൾ, കാലങ്ങൾ. പക്ഷേ അംഗീകരിക്കാൻ ഫിറഔൻ തയ്യാറായില്ല. അള്ളാന്റെ ശിക്ഷകന് വന്നു കഴിഞ്ഞപ്പോഴോ, മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ പശ്ചാത്താപിച്ചിരിക്കുന്നു എന്ന് ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞതായി അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരുമ്പോൾ മാന്യ സഹോദര, ആ തൗബ, ആ പശ്ചാത്താപം അള്ളാഹ്ക്ക് വേണ്ട. ആ തൗബ റബ്ബ് സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ യഖ്ബിലു തൗബത അബ്ദിൻ മാ ലം യുഗർഗിർ. മരണവെപ്രാളത്തിന് മുമ്പ് മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം നിന്നെ സമീപിക്കുന്നതിന് മുമ്പ് മനുഷ്യ ആത്മാർത്ഥമായി പശ്ചാത്താപിച്ച് മടങ്ങാൻ നിനക്ക് കഴിയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചൊരു വാർത്തയുണ്ടായിരുന്നു അല്ലേ മാന്യ സഹോദരങ്ങളെ? ഒരു കോറിയിൽ വീണ് 12ഉം 13ഉം പ്രായമുള്ള പിഞ്ചോമന മക്കൾ മരണപ്പെട്ടൊരു വാർത്ത വായിച്ചിട്ട് 2-3 ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിൽ മാന്യ സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു, ഇതാ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി എന്നൊരു സാധനം നമ്മുടെ ജീവിതത്തിനില്ല. നമ്മൾ കടയിലേക്ക് പോയി ഒരു ചെറിയൊരു സാധനം വാങ്ങി വന്നാൽ അതിനൊക്കെ ഗ്യാരണ്ടികളാണ്. ഈ ഗ്യാരണ്ടികളൊക്കെ വാങ്ങിക്കൂട്ടുന്ന നമ്മുടെ ജീവിതം ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതവുമായിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവരെത്ര പ്രായമാ മക്കളെ? 12 വയസ്സ് പ്രായമുള്ളവർ, 13 വയസ്സ് പ്രായമുള്ളവർ തൻ്റെ അച്ചാച്ചനൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി അവർ കോറിയിലേക്ക് പോയതാ. അവർ കോറിയിൽ വീണ് മുങ്ങി മരിച്ചു.
ഇതാ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. മാന്യ സഹോദരങ്ങളെ, നിരന്തരമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അഇന്നി അലാ ഗമറാത്തിൽ മൗത്ത്, അല്ലാഹുമ്മ അഇന്നി അലാ സകറാത്തിൽ മൗത്ത്. റബ്ബേ, മരണത്തിന്റെ വെപ്രാളത്തിൽ നിന്നും മരണത്തിന്റെ വേദനയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും സ്വഹാബത്തിനെ പോലെ ജീവിതത്തിൽ പകർത്തുന്നവരായി മാറാം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? പലപ്പോഴും ഒരുപാട് നമ്മളൊക്കെ ക്ലാസ് കേട്ട് 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 നന്നാവേണ്ടതിന് പകരം കേടാവാണ്. അതാണ് നമ്മുടെ അവസ്ഥ. നിരന്തരം ക്ലാസ്സുകൾ, നിരന്തരം പഠനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു, പഠിക്കുന്നു, പകർത്താൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഒരു ഉപകാരവും പരലോകത്ത് ഉണ്ടാവില്ല. ഈ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തി ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുവാൻ റഹ്മാനായ റബ്ബ് എല്ലാവിധ തൗഫീഖും റഹ്മത്തും നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അത്യാവശ്യമായി നാട്ടിൽ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് സംസാരം അവസാനിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് സത്യം മനസ്സിലാക്കാനും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും എല്ലാവിധ തൗഫീഖും റഹ്മത്തും നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والسلام عليكم ورحمة الله وبركاته.